1 കിലോ അരിയിലാണ് നമുക്ക് ഇത്രയും ഉണ്ണിയപ്പം ഉണ്ടാക്കാൻ പറ്റിയിരിക്കുന്നത്. ഹായ്, പാടി കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോണത് ഇല്ലത്തെ ഉണ്ണിയപ്പമാണ് ഉണ്ടാക്കാൻ പോണത്. അതായത് ഓരോ മനകളിൽ, അതായത് നമ്പൂരി തറവാടുകളിലൊക്കെ ഉണ്ടാക്കുന്ന അപ്പമാണ് ഉണ്ടാക്കാൻ പോണത്. അടിപൊളി ടേസ്റ്റി ആയിട്ട് ഇരിക്കുള്ളൂ ആ അപ്പം. ഓരോ ഓരോ വിധത്തിലുണ്ടാക്കും. പക്ഷെ ഇത് ഞാൻ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ടാണ് ഞാൻ ഉണ്ടാക്കാൻ പോണത്. നമുക്ക് അതിലേക്ക് എന്തൊക്കെ വേണ്ട സാധനങ്ങളെന്നൊന്ന് പരിചയപ്പെടുത്തിയാലോ. ഫസ്റ്റ് വേണ്ടത് നമുക്ക് പച്ചരി, വെല്ലം, പഴം, നാളികേരം, നെയ്യ്, ഏലക്കായ്, എള്ള്, ബേക്കിംഗ് സോഡ. ഈ ബേക്കിംഗ് സോഡ എന്താ ഞാൻ ഇടുന്നതെന്ന് വെച്ചാൽ എല്ലാവരും വേറെ അപ്പസോഡയാണ് ഇടുക. അപ്പോൾ അപ്പസോഡ ഇട്ട് കഴിഞ്ഞാൽ നമ്മൾക്കൊക്കെ ഇപ്പോൾ അതൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നുമെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ബേക്കിംഗ് സോഡ എടുത്തത്. അതായത് നമ്മൾ കേക്കിലൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇടുന്ന സാധനമാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇത്രയും സാധനം വെച്ചിട്ടാണ് ഞാൻ ഉണ്ടാക്കുന്നത്. ഫസ്റ്റ് എന്താ നമ്മൾക്ക് വേണ്ടത്, അരി ഒന്ന് വെള്ളത്തിലിടണം. വെള്ളത്തിലിടുന്ന മുമ്പ് 2-3 പ്രാവശ്യം കഴുകിയിട്ട് വേണം വെള്ളത്തിലിടണമെങ്കിൽ. ആ അരി ഒന്ന് നല്ലോണം കുതിരണം. വെള്ളമൊഴിച്ച് ഒരു 3-4 വട്ടം കഴുകുക. അങ്ങനെ 3-4 വട്ടം കഴുകിയിട്ടുണ്ട്. നമ്മൾക്ക് ഇനി കുറച്ച് വെള്ളം ഒഴിച്ച് വയ്ക്കാം. നമ്മുടെ അരി വെള്ളത്തിലിട്ടിട്ട് 2 മണിക്കൂറായി. ഇനി നമുക്കതിനെ വാര വയ്ക്കാം. ഇതുപോലെ ഒരു കൂടെ എടുത്തിട്ട് നമുക്ക് വാര വയ്ക്കണം. നല്ല കഴുകി എടുത്ത് വെച്ചതാണ് വെള്ളത്തിലിട്ടിട്ട്. അപ്പം അങ്ങനെ ചരിച്ച് ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ഇത് നല്ല പോലെ ഒന്ന് വെള്ളം വെടിക്കട്ടെ, എന്നിട്ട് നമുക്ക് പൊടിച്ചെടുക്കണത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. അപ്പോൾ അങ്ങനെ നമ്മുടെ അരിയൊക്കെ വാര വെച്ചതാ, വെള്ളം നന്നായി വെടിച്ചിട്ടുണ്ട്. നോക്കിക്കോളൂ. ഇതാ, അതിൻ്റെ മുമ്പ് നമുക്ക് എന്ത് ചെയ്യണം, വെള്ളം ഒന്ന് പാവ് കാച്ചി എടുക്കണം. അതെങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. പാത്രം വെച്ച് കൊടുക്കാം, കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം. കുറച്ച് വെള്ളം മതി. ഇതാ ഞാൻ 1/2 ലിറ്ററിൽ താത്തി ഒഴിച്ചിട്ടുണ്ട്. വെല്ലം 3/4 കിലോ ഇടുന്നുണ്ട്. വെല്ലം മധുരം നമ്മൾക്ക് എങ്ങനെയാണ് അതിനനുസരിച്ച് ഇട്ടോളൂ. ഒരു 3/4 കിലോ വെല്ലം ഇട്ടിട്ടുണ്ട്. ഇത് നല്ല പോലെ ഒന്ന് അലിയും വിളിക്കും നമ്മൾക്ക് അരി ഒന്ന് പൊടിച്ചെടുക്കാം. അത് ഞാൻ മിക്സിയിലാണ് പൊടിക്കുന്നത്, നിങ്ങൾക്ക് മില്ലിലും കൊണ്ടുപോയി നമുക്ക് പൊടിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ അരി ഒന്ന് പൊടിച്ച് ചലിക്കണം. പണ്ട് കാലഘട്ടങ്ങളിൽ അങ്ങനെയല്ല, ഉരലുണ്ടാവും. അതായത് ഉരൽ വെച്ച് ഇടിച്ചിട്ടാണ് ഇത് ചലിച്ചിട്ട് നമ്മൾ ഉണ്ടാക്കുക. ഇവിടെ ഉരലുണ്ട്, പക്ഷെ വെളിയിലാണ്. മഴയായതുകൊണ്ട് എനിക്ക് ഇടിച്ച് കാണിച്ചു തരാൻ പറ്റില്ല. അപ്പോൾ ഞാൻ മിക്സിയിലാണ് പൊടിക്കണേ. നോക്കിക്കോളൂ, കുറേശ്ശെ ഇട്ടാൽ മതി. നമുക്കിനി ചലിക്കാം. തരിയുള്ള ചലടയാണ്, നല്ല തരി വേണം. അങ്ങനെ നമ്മുടെ വെല്ലം നല്ലപോലെ തിളയ്ക്കേണ്ടത് നമുക്ക് കമ്മിയാക്കി വെക്കാം. തരി പെട്ടോട്ടെ, തരി നന്നായി വേണം. ഇനി നമ്മൾ ഇങ്ങനെ തരി കിട്ടുന്നത് നമ്മൾ എന്ത് ചെയ്താൽ മതി, ഒരിക്കൽ കൂടി ഇങ്ങനെ മിക്സി വെച്ചിട്ട് ഇതിലിട്ട് കൊടുക്കുക. എന്നിട്ട് വേണം നമ്മൾ വീണ്ടും ഇതിൻ്റെ ഈ അരി ഇട്ട് കൊടുത്താൽ മതി. ഇതിൽ തന്നെ ഇങ്ങനെ അരി ഇട്ടിട്ട് പൊടിച്ചെടുക്കാം. വെല്ലം എന്താ നല്ല തിളച്ച് ഇതിൻ്റെ വെല്ലമൊക്കെ അലിഞ്ഞ് ചേർന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഗ്യാസ് ഓഫാക്കിയിടാം. ഗ്യാസ് ഓഫാക്കണ മുമ്പ് ഒരു കാര്യം പറയാം. ഈ വെല്ലപ്പാവ് നല്ല തണുത്ത ശേഷമേ നമ്മൾക്കിതിലേക്ക് ഒഴിക്കാൻ പറ്റുള്ളൂ. അതെങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. ഇങ്ങനെ നമുക്ക് എല്ലാം പൊടിച്ചെടുക്കാം. അങ്ങനെ നമ്മുടെ അവസാനത്തെയും കഴിഞ്ഞു. ഇതിൻ്റെ തരിയൊന്നും കുഴപ്പമില്ല, അതിൽ ഒരു ലേശം തരിയേ ഉള്ളൂ. അതൊന്നും സാരമില്ല, നമുക്കപ്പോൾ അതിൽ അങ്ങനെ കൊട്ടിക്കൊടുക്കാം. അങ്ങനെ നമ്മുടെ തരിയൊന്നും ഉണ്ടായിരുന്നില്ല, ഞാൻ അതിലിട്ട് കൊടുത്തു. ഇതാ നല്ലപോലെ പൊടിച്ചിട്ടുണ്ട്. നോക്കിക്കോളൂ, ഇത്തിരി തരി ഇട്ടിട്ടാണ് പൊടിച്ചിരിക്കുന്നത്. അപ്പോൾ ഇനി എന്താണ് അടുത്തത് വേണ്ടത്, വെല്ലം നമ്മളിപ്പോൾ തിളപ്പിച്ച് നല്ല പാവാകാൻ വെച്ചിട്ടുണ്ട്. അത് നല്ലോണം ഒന്ന് ചൂടാറട്ടെ, അതുവരയ്ക്കും വെയിറ്റ്. അപ്പോൾ അങ്ങനെ നമ്മുടെ അരിയൊക്കെ പൊടിച്ച് കഴിഞ്ഞു. ഇനി നമുക്ക് എന്താ വേണ്ടത്, പഴം. ഇതിൽ പഴമാണ് നിർബന്ധം. പഴത്തിൻ്റെ കാര്യം ഞാൻ പറയണമെങ്കിൽ മറ്റേത് പഴങ്ങളും ഉപയോഗിക്കാൻ പറ്റില്ല. അതായത് ഇത് പാളയംകോടൻ പറയും, നല്ല പുളിപ്പുള്ള പഴമായിരിക്കും. പുട്ടിനും
ഈ അപ്പത്തിനും പ്രത്യേകം ഈ പഴമാണ് ചേർത്ത്. പുട്ടിന് കഴിക്കാനും ഇതാണ് എല്ലാവരും മേടിക്കുക. അപ്പോൾ ഇതിൽ 1 കിലോ അരിയിൽ ഞാൻ 4 പഴം ചേർത്തുണ്ട്. നോക്കിക്കോളൂ. അത് മിക്സിയിൽ നല്ലപോലെ ഒന്ന് അരച്ചെടുക്കണം. ഇതിപ്പോൾ മിക്സി കഴുകുമൊന്നും വേണ്ട, ഇതിൽ തന്നെ ഇട്ട് നല്ല പോലെ ഒന്ന് അടിച്ചെടുത്തോളൂ. ഇപ്പോൾ ഒരു പഴം ജാസ്തി ചേർത്തത് കൊണ്ടൊന്നും കുഴപ്പമില്ല, പഴം ഇത്തിരി കൂടുതലായാലും കുഴപ്പമൊന്നുമില്ല. ഞാനിപ്പോൾ 1 കിലോ അരിക്ക് 4 പഴം കൊടുത്തിട്ടുണ്ട്. ഇത്തിരി കൂടിയാലും കുഴപ്പമില്ല. നല്ല പോലെ ഒന്ന് അടിച്ചെടുക്കാം. നോക്കോളൂ, അടിച്ചത് നല്ല പോലെ ഞാനിത് അടിച്ചെടുത്തിരിക്കുകയാണ്. എന്തിനാണെന്ന് വെച്ചാൽ കൈ കൊണ്ട് അടിച്ചാൽ ഇങ്ങനെ കിട്ടില്ല നമുക്ക്. അതുകൊണ്ടാണ് ഞാൻ മിക്സിയിൽ അടിക്കാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. മിക്സിയിലാകുമ്പോൾ നല്ല അടിച്ച് കിട്ടും. ഇതാണ് അതിലെ ഏറ്റവും പ്രധാനം. ഇനി അടുത്തത് എന്താ നമുക്ക് വേണ്ടത്? ഇതുപോലെ ഒരു പാത്രം, അതായത് ഇതിൻ്റെ ഏത് ലെവൽ പോലെ എടുക്കാം. പക്ഷേ ഇങ്ങനത്തെ പാത്രം എന്താണ് എടുക്കുന്നത് വെച്ചാൽ നമുക്ക് ഇളക്കിയ നല്ല കറക്റ്റായിരിക്കും, നമുക്ക് ഇളക്കാൻ നല്ല പാകമുള്ളതാണ് ഇങ്ങനത്തെ പാത്രം. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനത്തെ എടുത്തിരിക്കുന്നത്. ഫസ്റ്റ് വേണ്ടത് നമുക്ക് പഴം ഇതിലിട്ട് കൊടുക്കാം. ഇനി ഇട്ട് കൊടുക്കാനുള്ളത് നാളികേരമാണ്. നോക്കിക്കോളൂ, നാളികേരം 1 മൂടി, അതായത് നെയ്യിൽ വറുത്തെടുത്തതാണ്. ചെറുതായി മുറിച്ചിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. നെയ്യോടെ ഇട്ടോളൂ. 1 പിഞ്ച് ഉപ്പ് ഇട്ട് കൊടുക്കുക. ഉപ്പ് വേണ്ടവർ ചേർത്ത് മതി, ഇല്ലെങ്കിൽ വേണ്ട. ബേക്കിംഗ് പൗഡർ ഇട്ട് കൊടുക്കുന്നുണ്ട്. 1 പിഞ്ച് ഇട്ട് കൊടുക്കുന്നുണ്ട്. നോക്കിക്കോളൂ, ഏലക്കായ് പൊടിച്ചതാണ് 1 ടീസ്പൂൺ ഇടുന്നുണ്ട്. നോക്കിക്കോളൂ. അപ്പോൾ ഞാൻ എള്ളെടുത്തിട്ടുണ്ട്. ഇതിൽ ഇടേണ്ടതാണ്, ഞാൻ എള്ളിടുന്നില്ല. എള്ളിട്ടിട്ടും നമ്മൾക്ക് ഉണ്ടാക്കാം, എന്നാലും നല്ല ടേസ്റ്റി ആയിരിക്കും. ഇനി നമുക്ക് എന്താണ് വെല്ലപ്പാവ് ഒഴിച്ചു കൊടുക്കാം. വെല്ലപ്പാവ് അരിച്ചൊഴിക്കണം, അത് പ്രത്യേകം ഞാൻ പറയുന്നുണ്ട്. അത് നമ്മൾ പാവ അനുസരിച്ച് ഒഴിച്ചാൽ മതി. മധുരം എങ്ങനെയാണ് വെച്ചാൽ അതേപോലെ. ഇപ്പോൾ നോക്കിയിട്ട് വേണം നമ്മൾ പാവ് ഇതിലേക്ക് കലക്കണമെങ്കിൽ, അത് പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കണം. ഇതാ കണ്ടില്ല അങ്ങനെ പൊടികളൊക്കെ. ഇനി നമുക്ക് നമ്മുടെ പൊടി ഇട്ട് കൊടുക്കാം. വെല്ലപ്പാവ് ഒഴിക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, പൊടിയും കൂടി കലക്കി നമ്മൾ നോക്കിയിട്ട് മധുരവും കൂടെ നോക്കിയിട്ട് വേണം പാവ് ഒഴിച്ച് കൊടുത്തുകൊണ്ടിരിക്കാൻ. അത് വളരെ ശ്രദ്ധിക്കണം. ഇനി എന്താ വേണ്ടത്? നല്ല പോലെ ഇളക്കുക. അതിനാണ് ഞാൻ ഈ പാത്രം നമ്മൾക്ക് വേണമെന്ന് ഇളക്കാൻ സൗകര്യം പറഞ്ഞത്. നല്ല പോലെ കൈ കൊണ്ട് ഇളക്കുക. ഇത്തിരി കട്ടിയായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് വേണം? ഇത്തിരിയും കൂടെ പാവ ഒഴിച്ച് കൊടുക്കാം. പാവ എപ്പോഴും നല്ല തണുപ്പായിരിക്കണം. ലേശം നോക്കിയിട്ടേ ഒഴിക്കാവൂ. മധുരം നോക്കണം. അപ്പം അങ്ങനെ നമ്മുടെ ഇളക്കിയൊക്കെ സെറ്റായിട്ടുണ്ട്. നോക്കിക്കോളൂ, ഇതെങ്ങനെ ഇരിക്കണം. ഇനി നമ്മളതിപ്പോൾ ഒരു 5 മണിക്കൂർ ഇങ്ങനെ വെക്കും. അപ്പോഴേക്കും നല്ലോണം അതിങ്ങനെ ഇത്തിരി പൊന്തി വരും. അതിനാണ് നമ്മൾ ഈ പഴം ചേർത്തുന്നത്. ഇപ്പോൾ എള്ള് ഞാൻ എന്തിനാണ് ഇതിൽ ചേർത്തില്ല എന്ന് വെച്ചാൽ നമ്മളത് നെയ്യിലായിരിക്കും ചുട്ടെടുക്കുന്നത്. നെയ്യിൽ ചുട്ടെടുക്കുമ്പോൾ എള്ളിട്ട് കഴിഞ്ഞാൽ നമുക്കതിൻ്റെ ആയ നെയ്യിൻ്റെ മണമൊക്കെ പോകും. വെളിച്ചെണ്ണയിലാണ് ചുടുന്ന് വെച്ചാൽ നമുക്കിതിൻ്റെ ഒരു പകുതി എള്ളിതിലിട്ട് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റി ആയിരിക്കും നമുക്ക് കഴിക്കാം. ഈ നെയ്യ് ചേരുന്ന കാരണമാണ് ഞാൻ ഈ ഇതൊന്ന് ഒഴിവാക്കിയിരിക്കുന്നത്. അപ്പോൾ ഇനി ഇങ്ങനെ നമ്മുടെ ഇത് ഇരിക്കട്ടെ. നമുക്കിനി എന്ത് കാണിക്കാം? ഒരു 5 മണിക്കൂർ കഴിയട്ടെ. എന്നിട്ട് നമുക്കിത് ചുട്ടെടുക്കുന്നത് എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ അങ്ങനെ നമ്മുടെ മാവൊക്കെ ഒരു 5 മണിക്കൂർ കഴിഞ്ഞ് ഒന്ന് ഇളക്കി കൊടുക്കുക. എങ്ങനെയുണ്ട് നമുക്ക് നോക്കാം. നോക്കോളൂ. അപ്പോൾ ഇനി നമുക്ക് കല്ല് വെച്ച് കൊടുക്കാം. അതായത് ഇതിൽ ഇത്രയും വലിയ പാത്രം നമുക്ക് ഒഴിക്കാൻ പറ്റില്ല. അതിനുള്ള സൗകര്യത്തിന് വേണ്ടിയിട്ട് ഞാൻ എന്ത് കേട്ടിട്ടുണ്ട്, ചെറിയൊരു പാത്രത്തിലേക്ക് മാറ്റുന്നുണ്ട്. നോക്കിക്കോളാം. അപ്പോൾ നമുക്കൊന്ന് അപ്പക്കല്ല് വെച്ച് കൊടുക്കാം.
അപ്പോൾ ഞാൻ ഗ്യാസ് കമ്മി കത്തിച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നെയ്യ് നന്നായി ചൂടായി വന്നിട്ട് നമുക്കിനി ഒഴിച്ചു കൊടുക്കാം. നമുക്കപ്പോൾ ഒന്ന് മറിച്ചിടാം. താനേ മറിയുന്നുണ്ട്, നോക്കിക്കോളൂ. ഒന്ന് വേവട്ടെ. നമ്മുടെ ഇല്ലത്തെ ഉണ്ണിയപ്പം വെളിച്ചെണ്ണയിലും ചൂടാം, സൺഫ്ലവർ ഓയിലിൽ ചൂടാം, നെയ്യിൽ ചൂടാം. എന്താണെന്ന് വെച്ചാൽ ഇല്ലത്തെ ഉണ്ണിയപ്പം ആയതുകൊണ്ടാണ് ഞാൻ നെയ്യിൽ ചുട്ടിരിക്കുന്നത്. നിങ്ങൾക്ക് ഏത് എണ്ണയാണ് ഇഷ്ടം അതിലൊക്കെ ചൂടാം. അപ്പം അങ്ങനെ നമ്മുടെ ഓരോന്നായി കളർ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. കളർ വരുന്നത് നമ്മൾ മാറ്റി കൊടുക്കണം. നോക്കിക്കോളൂ, ഇതാ കളർ വരാത്തത് 3 ഇങ്ങനെ നമ്മൾ മറിച്ച് കൊടുത്താൽ മതി. ചിലത് നല്ല കളർ വരും. ഒരു ട്രിപ്പ് ആയിട്ടുണ്ട്, നമുക്ക് കോരിയെടുക്കാം. അങ്ങനെ നമ്മുടെ ലാസ്റ്റ് ട്രിപ്പാണ് ഞാൻ ഒഴിച്ചുകൊണ്ടിരിക്കുന്നത്. നോക്കിക്കോളൂ. ഞാനിപ്പോൾ അങ്ങനെ ഇവിടെ 1 കിലോ അരിയാണ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത്. എനിക്കിപ്പോൾ ഒരു ചിലവായിരിക്കുന്നത് ഒരു 1/4 ലിറ്റർ നെയ്യാണ്. നമ്മൾക്കിപ്പോൾ കൂടുതൽ അങ്ങനെ ചിലവായി പറയാനൊന്നുമില്ല. ഇത് ശരിക്കും 1 ലിറ്ററും കുറച്ച് കൂടുതലിൻ്റെയാണ്. ഞാൻ ഇതിൽ ഫുള്ളും ഉണ്ടായത് എടുത്തത്. നിങ്ങൾ ഇതിനെ നോക്കിക്കോളൂ. ഇതിൽ ഇനിയിപ്പോൾ നമുക്ക് ചുട്ടെടുക്കാനുള്ളതുണ്ട്. നെയ്യിൽ ചൂടണമെന്ന് പറഞ്ഞാൽ നമ്മൾക്കിപ്പോൾ വലിയ പൈസയൊന്നും ചിലവില്ല. നമുക്കൊരു 1/4 ലിറ്റർ നെയ്യ് ഉണ്ടെങ്കിൽ ചുട്ടെടുക്കാൻ പറ്റും. ഇല്ലെങ്കിൽ അപ്പോൾ 1 കിലോ അരിക്കാണ് അപ്പോൾ ഞാൻ ഇത്ര നെയ്യ് എടുത്തിരിക്കണം. നമുക്കിപ്പോൾ ഒരു 2 കിലോ അരിയൊക്കെ ആണെങ്കിൽ ഒരു 1/2 ലിറ്റർ നെയ്യുണ്ട് വെച്ച് നമ്മുടെ കാര്യങ്ങൾ ഓക്കെ ആവും. നെയ്യും വെളിച്ചെണ്ണ ഏത് നിങ്ങളുടെ ഇഷ്ടം. പക്ഷെ നെയ്യ് ചുടുമ്പോൾ നല്ല ടേസ്റ്റി ആയിരിക്കും. അത്രയേ ഉള്ളൂ. മറിച്ചിട്ട് കൊടുക്കാം ഓരോ സൈഡ്. നമ്മൾ മറിക്കേ വേണ്ടതാ, തന്നെ മറിഞ്ഞുകൊണ്ട് വരുന്ന കണ്ടില്ലേ? അതാ നോക്കിക്കോളൂ. ഇതാ നമുക്കൊന്നിങ്ങനെ വെറുതെ ഒന്ന് ആക്കി കൊടുത്താൽ മതി. അപ്പോൾ ഒക്കെ ഒന്ന് നന്നായി വേകട്ടെ. നമുക്ക് ഇടയ്ക്ക് ഒന്ന് മറിച്ചും തിരിച്ചൊക്കെ ഇട്ട് കൊടുക്കുകയൊക്കെ വേണം. ഇടയ്ക്ക് അങ്ങനെ നമ്മൾ മിണ്ടാതെ നിൽക്കാൻ പറ്റില്ല. ഇടയ്ക്ക് ഒന്ന് മറിച്ചിട്ട് കൊടുക്കണം. എന്നാലേ നമുക്ക് ബോൾ പോലെ വരുള്ളൂ. ഇതാ കണ്ടില്ല, ഇങ്ങനെ ബോൾ പോലെ കിട്ടുള്ളൂ. ഇടയ്ക്ക് നമ്മളിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മറിച്ചിട്ട് കൊടുക്കുമ്പോൾ മുകളിലേക്ക് പൊങ്ങി വരുന്നതെന്ന് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ അപ്പം തന്നെ അതിനെ തിരിച്ചളയണം. അപ്പോൾ നമുക്ക് കറക്റ്റായി ഇതുപോലെ ബോളായി വരും. അങ്ങനെ നമ്മുടെ ലാസ്റ്റത്തെ ട്രിപ്പും കൂടെ എടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഗ്യാസ് ഓഫ് ആക്കാം. അപ്പോൾ അങ്ങനെ നമ്മുടെ 1 കിലോ അരിയിലാണ് നമ്മൾക്ക് ഇത്രയും ഉണ്ണിയപ്പം ഉണ്ടാക്കാൻ പറ്റിയിരിക്കുന്നത്. നോക്കിക്കോളൂ നന്നായിട്ട്. അപ്പോൾ ഞാൻ ഇന്ന് വിളിക്കാൻ പോണത് നമ്മുടെ എപ്പോഴും വരുന്ന ആൻറ്റിനെയാണ്. ഞാൻ ഇന്ന് ടേസ്റ്റ് ചെയ്യാൻ വിളിക്കാൻ വരുന്നത്. ആൻറ്റി വരൂ. ഹായ്. പിന്നെ ഞാൻ ഇന്ന് വന്നിരിക്കുന്ന പുഷ്പമ്മയുടെ ഇല്ലത്തപ്പം കാണാനും കഴിക്കാനുമാണ്. കാരണം പണ്ടൊക്കെ ഇത് ഉണ്ടാക്കുന്നത് നമ്പൂതിരിമാരും സവർണരും മാത്രമേ ഉണ്ടാക്കൂ. അപ്പോൾ അവർ ഇത് ഉണ്ടാക്കിയിട്ട് അമ്പലത്തിൽ പൂജ കഴിക്കും. പൂജ കഴിച്ചിട്ട് എല്ലാവർക്കും തരും. അല്ലാണ്ട് സാധാരണ ഇതാരും ഉണ്ടാക്കാറില്ല. ഇപ്പോൾ അവർ നെയ്യിലാണ് ഉണ്ടാക്കുക. ഫുള്ളായിട്ട് നെയ്യിലുണ്ടാക്കും. അതേപോലെ അതിൻ്റെ ഒരു ചെറിയ ചെറിയ കൂട്ടുകളൊക്കെ ഉണ്ട്. ആ കൂട്ടുകളൊക്കെ കൂട്ടിയിട്ട് നെയ്യിലാണ് ഉണ്ടാക്കുക. അത് ഇപ്പോൾ എല്ലാവർക്കും അറിയാം. ഇപ്പോൾ അതൊക്കെ എല്ലാവർക്കും അറിയും. ഇപ്പോൾ സാധാരണ എല്ലാവരും ഉണ്ടാക്കണമുണ്ട്. ഇപ്പോൾ അമ്പലത്തിൽ നിന്ന് കിട്ടുന്ന ഈ ഇല്ലത്തപ്പത്തിൻ്റെ സ്വാദ് ഭയങ്കരമാണ്. പണ്ട് ഇല്ലെന്ന് പറയുന്നത് ഇവരുടെ സവർണരുടെ ഗൃഹത്തിന് മാത്രമേ ഇല്ലെന്ന് പറയുള്ളൂ. അതുകൊണ്ട് മറ്റാരും ഇത് ഉണ്ടാക്കാറുമില്ല. അതുകൊണ്ടാണ് ഇതിന് ഇല്ലത്തപ്പം എന്ന് പേര് വന്നത്. ചേച്ചി നിങ്ങളൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കൂ. പ്ലേറ്റ് ഒക്കെ വെച്ചിട്ടുണ്ട്, നന്നായിട്ടൊക്കെ കഴിച്ചോളൂ.
എന്തായാലും ഞാൻ ഇതൊന്ന് കഴിച്ചു നോക്കട്ടെ. കുറെ കാലമായിട്ട് ഇല്ലത്തപ്പം കഴിക്കാറില്ല. പോയി കഴിക്കാം. പുഷ്പേ, പറയാതിരിക്കാൻ പറ്റില്ല. ഞാൻ അമ്പലത്തിൽ നിന്ന് തന്ന അപ്പത്തിനെക്കാട്ടിലും ടേസ്റ്റ് ഉണ്ട്. നീ എങ്ങനെ ഈ ക്ലൂ കണ്ടുപിടിച്ചെന്നറിയില്ല. നന്നായിട്ടുണ്ട്, നല്ല സ്വാദുണ്ട്. അങ്ങനെ നെയ്യല്ലേ, അതും പുഷ്പ വീട്ടിലുണ്ടാക്കിയ നെയ്യാണ്, പുറമേ നിന്നൊന്നും വാങ്ങിയതല്ല. വീട്ടിലുണ്ടാക്കിയ നെയ്യാണ്. അതിൻ്റെ തന്നെ ഒരു ഇതുണ്ട്. അതിന് പുറമെ നന്നായിട്ടുണ്ട്. ഇങ്ങനെ അപ്പം ഉണ്ടാക്കാൻ ഇനി പഠിക്കണം ഇതൊക്കെ. ഇതിപ്പോൾ എല്ലാ ആൾക്കാരും ഉണ്ടാക്കുന്നുണ്ടെങ്കിലും ഇപ്പോഴും അമ്പലത്തിൽ നിന്ന് തിരുമേനിമാർ തരുന്ന അപ്പം, ആ ഇല്ലത്തപ്പത്തിൻ്റെ സ്വാദ് ഇപ്പോഴും കിട്ടില്ല. അപ്പൊ കർക്കിടക കാലഘട്ടങ്ങളൊക്കെ അല്ല ഇങ്ങനത്തെയൊക്കെ അപ്പം ഉണ്ടാക്കി കഴിഞ്ഞാൽ എല്ലാവർക്കും കഴിക്കാലോ. വളരെ ടേസ്റ്റി ആയിട്ട് നമുക്കൊരു തണുപ്പും മഴയും ഒക്കെ ആയിട്ട് അതാണ് ഞാൻ ഇങ്ങനെ ഒരു അപ്പം ചെയ്യാൻ തന്നെ കാരണം. എന്താ വെച്ചാൽ നെയ്യിൻ്റെ ഒക്കെയാണ്. അപ്പം നമ്മുടെ ആരോഗ്യത്തിന് നല്ല ഇത് കിട്ടും, അത് വേണ്ടിയിട്ടാണ്. അതേപോലെ ഇതിപ്പോൾ ഇനി നമുക്ക് എടുത്തു വെക്കുകയാണെങ്കിൽ ഒരാഴ്ച ഇരിക്കാൻ പറ്റില്ല. അതും കൂടെ ഞാൻ പറയാം. എന്താ വെച്ചാൽ നെയ്യിലാണ് ഉണ്ടാക്കിയിരിക്കുന്നത്, അതുകൊണ്ട് ഒരുപാട് ദിവസമൊന്നും ഇരിക്കില്ല. നമ്മൾ പിന്നെ ഫ്രിഡ്ജിൽ അധികം സൂക്ഷിക്കൂല, ഇങ്ങനത്തെ അപ്പമൊന്നും ഫ്രിഡ്ജിൽ സൂക്ഷിക്കില്ല. ഒരാഴ്ച അതോടെ നമ്മുടെ കഴിഞ്ഞു. എൻ്റെ ഈ ചെറിയ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണം. അതുവരെയ്ക്കും ഞാൻ പുതിയ കിടിലമായിട്ടുള്ള വീഡിയോ വരുന്നതായിരിക്കും. അതുവരെയ്ക്കും ബൈ.